ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു.
ഇലക്കറി കഴിച്ചാൽ കണ്ണിന് കാഴ്ചിട്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞേക്കണം. പായല്ലേ ചുരുട്ടി വലിച്ചപ്പോ അകത്തിട്ടേക്കണം. ഇത് എന്തൊരു നാടാണ്. ഓ CSR വരാൻ നേരത്തെ ഇമ്മാതിരി ഡയലോഗ് അടിച്ചാൽ നിന്നെ അണ്ണാക്കടിച്ച് പൊട്ടിക്കും. കുറെ നേരെ തുടങ്ങിട്ട് സിയാനുമാരിക്കുള്ള മരുന്നൊക്കെ നമ്മുടെ കയ്യിൽ. എന്നാ വരുമ്പോ കാണാം കേട്ടാ. എന്താണ് ഒച്ചപ്പാട്? തേവര പാലത്തിന്റെ അടിയിൽ നിന്നല്ലേ പിടിച്ച ഇത് ഏതവന്മാര്? ഇവന്മാരെ കഞ്ചാവുകൾ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് വിൽക്കാൻ നടക്കുമ്പോഴാണ് പിടിച്ചത്. ആനാടാ ഇങ്ങോട്ട് പറയുന്നടാ. എടാ റെയിൻബോ തലേ നിന്നോട് പറഞ്ഞ മാറിക്കാൻ. ഞാൻ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കൃത്യമായിട്ട് നീ ഉത്തരം തരണം. നിന്നെ വെറുതെ വിടാം. അതല്ല നീ മുട ഇറക്കാനാണ് നിന്റെ ഭാവങ്ങി. നിന്റെ ഫ്രീക്ക് തലയുണ്ടല്ല അടിച്ച പോർക്കും തലയാക്കും. ഓ കബൂറാക്കല്ലേ സാറേ, ഈ തല വെച്ചാണ് ഞാനിപ്പോ ചിക്കൻ ഊന്നി പിടിച്ചിരിക്കുന്നത്. സാർ എന്തു വേണേലും ചോദിച്ചോ, ഞാൻ ഉത്തരം പറയാം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ ഇതെന്താണ് ട്യൂഷൻ ക്ലാസ്സാ? ഡാർക്ക് സീനാണ്ടാ വേണടാ. അതെ സാറേ, രണ്ടും ബുദ്ധിപരമായിട്ട് കുറച്ച് താഴെയാണ്. സാറൊന്ന് മാപ്പാക്കണം. സാറ് ചോദിക്കും, ഞാൻ പറഞ്ഞോളാം. ഈ സാധനം നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇതാരാ നിനക്ക് തന്നത്? ഇത് വിറ്റാ നിനക്ക് എത്ര രൂപ കിട്ടും? ഞാൻ വിചാരിച്ചു സാറ് സ്വാതന്ത്ര്യ സമരം കിട്ടിയത് എപ്പോഴാണ് ചോദിക്കുന്നതെന്ന്. അപ്പോഴേക്കും സാറ് കോസ്റ്റ്യൂം മാറ്റിയ. സാറ് ഇത് എൻ്റെ സാധനമല്ല. ഇത് വിറ്റ് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാനുള്ള പൈസയും കിട്ടും, ഫുഡ് അടിക്കാനുള്ള പൈസയും കിട്ടും, കൂട്ടത്തിൽ 2 സ്പ്ലിറ്റും കിട്ടും. അല്ലേടാ? അതെങ്ങനെടാ പെട്രോൾ അടിക്കാനുള്ള കാശും ഫ്രീ ആയിട്ട് കഞ്ചാവും? സാറേ, ഇപ്പൊ തന്നെ ഉമാർക്ക് ഇവിടെ ഉള്ള എല്ലാവരുടെ മാക്സിമം കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ എനിക്കും നന്നായി കിട്ടിയിട്ടുണ്ട്. നന്നായി. ഇനി ഞാൻ ഈ സാറ് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും സാറ് തല്ലും, പറഞ്ഞില്ലെങ്കിലും സാറ് തല്ലും. ഉറപ്പാണല്ലോ? അങ്ങനെയാണ് സാറേ. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. സാറേ, ഇത് ഉമാരുടെ സ്ഥിരം പരിപാടിയാണ്. വായെടുത്ത കള്ളല്ല ഉമാര് പറയില്ല. സാറേ, ഈ സാറെ വിശ്വസിക്കാൻ പറ്റട്ടാ. തന്ന് പുറത്തു പോയിക്ക്. ആ വണ്ടി ഒന്ന് ഇറക്കിടും. ശരി സാർ. എന്താണ് എന്റെ പ്രശ്നം? സത്യം പറഞ്ഞ ഇടി കുറച്ച് തരുമോ? നീ കാര്യം പറടാ. സാറേ, ഈ തന്നു വിട്ടിട്ടാവും ഞങ്ങൾക്കൊന്നും തരില്ല. പിന്നെ ഞങ്ങൾ ഓർഡർ കൊടുത്ത് പാക്ക് വാങ്ങിയാൽ അതിൽ നിന്ന് ഓടിക്കും. പിന്നെ 5 പാക്കണെങ്കിൽ അത് 10 ആയിട്ട് വിൽക്കും ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസയും കിട്ടും, ഫുഡ് കഴിക്കാനുള്ള പൈസയും കിട്ടും. പിന്നെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പെറ്റും കിട്ടും. സാറേ സാറേ ഇത് ഫൗളാ സാറേ. സാറേ ഇത് ഫൗളാ. നീ അടങ്ങ്. വാ പറയട്ടാ. സാർ നീ ധൈര്യമായിട്ടിരിക്കും. ഇതിന് തല്ലില്ലാന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്നെയൊക്കെ ഇവിടുന്ന് വെറുതെ വിടുകയെന്ന് വിചാരിക്കും. നീയൊക്കെ പുറത്തു പോയിട്ട് എന്ത് പണി ചെയ്ത് ജീവിക്കും? സാറേ, ഞാൻ പെയിന്റ് പണിക്കും സാറേ. എന്നാ ഞാനും പെയിന്റ് പണിക്കോ സാറേ. മൊത്തം നുണയാ സാറേ. ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. അങ്ങനെ നുണ പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോകണ്ട. എടോ ഉമാരുടെ ഒരു കേസൊന്നും ചാർജ് ചെയ്യണ്ട. പറഞ്ഞു വിട്ടേക്ക്. പിന്നെ പുറത്തിറങ്ങുമ്പോഴേ ഈ ട്രാക്കൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ ജീവിക്കും കേട്ടാ. സാറേ, സാറ് സൂപ്പറാണ് കേട്ടോ. സാറ് ഞങ്ങൾ നല്ല ഇടിച്ചെന്നെ ഇവിടുന്ന് വിട്ടെങ്കിലേ ഞങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഇനി ഞങ്ങളൊന്ന് മാറ്റി പിടിക്കാൻ ട്രൈ ചെയ്യും. അല്ലേടാ? അതെ സാറേ. അല്ലേ? കണ്ട സാറേ, നീയൊക്കെ ചെല്ലാൻ നോക്ക്. സാറിന് ഇത് എന്തോ പറ്റിയതാ? എടോ ഉമ്മാരെ ഒരു തല്ലി ചോദിച്ചിട്ട് എന്താ കാര്യം? മര്യാദയ്ക്ക് കാര്യം പറഞ്ഞപ്പോൾ അവന്മാർക്ക് മനസ്സിലായണ്ട. ഇതൊക്കെ ഇത്രേ ഉള്ളൂന്നേ. പിന്നെ താൻ ചോദിച്ചില്ലേ സാറിന് എന്താ പറ്റിയെന്ന്? എന്നാ ട്രാൻസ്ഫർ ഓർഡറാണ്. എല്ലാം ഇമ്മീഡിയറ്റ് ആയിരുന്നു. ഇപ്പോൾ പോട്ടെ എന്നാ. ഓക്കെ, താൻ നാത്തിക്കോ. സാർ സാറേ, ആ വഴി തന്നെ. ആ കുത്തനെയുള്ള കയറ്റല്ലേ, അത് കയറി ഇങ്ങോട്ട് പോരി. ആ ലാസ്റ്റ് എൻഡിലുള്ള വീട്. സാറേ, ഇതാ ഇവിടെ. കുറേ കാലമായിട്ട് പൂട്ടിയിട്ട വീടാ. പിന്നെ സാറിനായതുകൊണ്ട് മാത്രം ഞാൻ പ്രത്യേകം പറഞ്ഞ് സമ്മതിപ്പിച്ച. ഇത്ര വലിയ വീടാണല്ലോ. വലുതായാലും വാടക കുറവൊന്നുമില്ല. വാടക കൂടിയാലും ഗവൺമെന്റ് ജീവനക്കാർക്ക് ഒരു കൊടുക്കുള്ളൂ എന്നൊരു നിർബന്ധം. പിന്നെ സാറ് CA ആയതുകൊണ്ട് അവർക്ക് പൂർണ്ണ സമ്മതമായി. വരി, വലുതുകാലം വെച്ച് കയറിക്കുള്ളൂ. നല്ല ഐശ്വര്യമുള്ള വീടാ. കുറച്ച് ക്ലീനിങ് കൂടെ ബാക്കിയുണ്ട്, അത് നമുക്ക് ശരിയാക്കാം. മൊത്തത്തിൽ 4 ബെഡ്റൂമാ. 4 അറ്റാച്ച്ഡാ. 2 മേലി 2 താഴെ. മുകളിൽ സാറിന് കാണണമെങ്കിൽ ഞാൻ തുറന്ന് കാണിക്കാം. അതിന്റെ ആവശ്യമില്ലടോ. ഒന്നാമത് ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അതൊക്കെ തന്നെ ധാരാളം. എന്നാ അങ്ങോട്ട് പോവാം. എല്ലാ ബെഡ്റൂമിലും വ്യത്യസ്ത പെയിന്റ് അടിച്ചത് അതിന്റെ ഒരു ഹൈലൈറ്റ് സാറേ. വരി.
സാറേ ഇത് റൂമാ. വാ, ഇതാ ബെഡ്റൂം. ആ കൊള്ളാം. അപ്പം ആ റൂം ഇയാൾ നമ്മളെ സ്വയ്പാകുന്നു തോന്നുന്നു. സാറേ സാറത് കാര്യമാക്കണ്ട, അത് പഴയ താമസക്കാരിട്ട് പോയതാ. ഞാൻ വേണം മാറ്റിത്തരാം. ഏയ് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വൈഫ് അത്യാവശ്യം തയ്ക്കും, അവൾക്ക് വേണ്ടി ഉപയോഗിക്കാലോ. ഓ, ആ ഇതൊക്കെയാണ്. അപ്പൊ ബാക്കി പരിപാടി കിടക്കട്ടെ. ഇത് വെച്ചോ, 30 രൂപ അഡ്വാൻസ് ഉണ്ട്. അതെ, 2500 എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. 2 പണിക്കാർ വെച്ചിട്ടേ ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കി. തന്റെ കമ്മീഷൻ പൈസ പിന്നെ തരാം കേട്ടോ. പോട്ടെ. ഈ ബ്രോക്കർ കാശ് വാങ്ങിച്ചിട്ട് വേണം ഇയാൾക്ക് എന്നെ ലോക്കപ്പിലിട്ട് തല്ലാൻ. ഈ ചമുക്ക് സാറേ ഇതല്ല അപ്പുറത്ത്. ഇതാണ്. ഓക്കെ സാറേ ആ 4ാമത്തെ പേജ്. ഇതെന്താ സംഭവം? എന്താണ് ഉമ്മാരുടെ പേരിലുള്ള കേസ്? മോഷണ കേസാണ് സാറേ. ഇന്നലെ രാത്രി 90 മുതലായിട്ട് പൊക്കിയതാണ്. അതിന്റെ പാതി അവർ തന്നെ തിന്നു. ഇവരെന്താ ആനേ? നല്ല തടിയുണ്ടല്ലോടാ, വല്ല പണിയെടുത്ത് ചോദിച്ചൂടെ? ഞങ്ങക്ക് പണിക്ക് പോകാൻ കഴിയില്ല സാറേ. അതെന്താ? പറയട്ടെ. എൻ്റെ 2 കിഡ്നിയും പോയതാണ് സാറേ. എൻ്റെ ഒരു കിഡ്നി എടുത്തിട്ടാണ് ഞാൻ ഇവന് കൊടുത്തത്. അതെ സാറേ, അതുകൊണ്ട് ഭാരപ്പെട്ട ഒരു പണിക്കും പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല സാറേ. ഞങ്ങളുടെ അവസ്ഥ സാറ് മനസ്സിലാക്കണം. സാറേ, ഇത് ഇവന്മാരുടെ സ്ഥിരം നമ്പറാണ് സാറേ. ഇവന്മാർ നമ്മുടെ പോലീസിന്റെ മോഷണ ലിസ്റ്റിൽ സ്ഥിരമുള്ളവരാ. എന്തായാലും കഷ്ടപ്പെട്ട് ഇത്ര തിന്നതല്ലേ, ബാക്കിയും കൂടി തിന്നിട്ട് പയ്യെ പോയാൽ മതി. ആനയെ മാനക്കാരൻ. സാറേ ആ വാടോ. സാറേ ഞാൻ വിനീത്. ആ ഫസ്റ്റ് പോസ്റ്റിംഗ് ഈ സ്റ്റേഷനാണ്. പിന്നെ ഇതെൻ്റെ ഹോം സ്റ്റേഷൻ കൂടിയാണ്. ആ കൊള്ളാലോ. ആദ്യത്തെ ഡ്യൂട്ടി തന്നെ സ്വന്തം നാട്ടിൽ. അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തനിക്കറിയാം. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്കറിയാം സാർ. ആ പ്രത്യേകിച്ച് തലവേദന കേസിലൊന്നും വരാറില്ല. ഇടയ്ക്ക് വല്ല കളവ് കേസ്, വാഴയ്ക്ക മോഷണം, അതിർത്തി തർക്കം, കൂടോത്രം, വല്ലപ്പോഴും ഒരു പിടിച്ചു പറയും, അങ്ങനെ ചെറിയ കേസുകളൊക്കെ ഉള്ളു. പിന്നെ ഈയിടെയായിട്ട് വീടുകൾ കേന്ദ്രീകരിച്ച് ചെറിയ മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അമ്മാരെയാണെങ്കിൽ പിടുത്തം കിട്ടിയിട്ടില്ല. ഫോൺ എടുക്കണോ? ആ സാർ, ഒരു മിനിറ്റ്. ഹലോ, എപ്പോ? വിലപിടിപ്പുള്ള എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യും, ആ മുറിയൊക്കെ പൂട്ടിയിട്ടേക്ക്. ഞങ്ങളിപ്പോൾ തന്നെ വരാം. ശരി. എന്താടോ? സാറേ ഞാൻ പറഞ്ഞില്ലേ ആ വീട് കയറിയുള്ള മോഷണത്തെക്കുറിച്ച്. അവരടുത്ത വീട്ടിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വരെ ഒന്ന് പോട്ടില്ല സാറേ. എന്തായാലും ഞാനും വരാം, കാരണം ഇന്ന് വന്ന ദിവസമല്ലേ. ബാ എനിക്ക്. എന്താടോ പേര്? ഡേവിഡ്. ഇതൊക്കെ നിങ്ങളുടെ സ്ഥലമാണോ? അതെ സാറേ. വാ വാടോ. ആ അത് ആ വീട്ടിൽ വേറെ ആളായിപ്പോയി. അത് ഞാൻ വേറെ ശരിയാക്കി തരാം. ശരി ശരി. എന്തോക്കി അകത്ത് തുറക്കടാ. ആ വേഗം ഇറക്കാൻ നോക്ക് ചെങ്ങായി. ഇറക്കണ്ട ആശാനെ. ഓ
ഡേയ് എന്ത് കാണിച്ചോണ്ടിരിക്കണേന്ന് ചൊറഞ്ഞോണ്ടിരിക്കാണ്ട് പെട്ടെന്ന് എടുക്കടാ. ഇവരെന്തോ നാട്ടുകാരുടെ ഇത്ര സുഹൃത്തുക്കളെല്ലാം തോന്നുന്നു. അല്ല ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ. സാറ് പറഞ്ഞത് ശരിയാ. അവര് നാട്ടുകാരോട്ട് അത്ര വലിയ സുഖത്തിലല്ലെന്നാണ് തോന്നണേ. പിന്നെ 4 മാസമായിട്ട് മൊത്തം അടഞ്ഞു കിടക്കായിരുന്നു. എന്തായാലും താൻ വണ്ടി എടുക്ക്, ബാക്കി പോയിട്ടല്ലേ. എന്തായാലും വന്ന ശേഷം കൊള്ളാം. മോഷണ കേസും കൊലക്കേസും. കൊലക്കേസ്? എടാ വാഴക്കൊലക്കേസ്. തനിക്കിത് കണ്ടിട്ട് എന്താ തോന്നണത്? സാറേ ഇത് ഏതെങ്കിലും പാണ്ടികളായിരിക്കും സാറേ. അതെന്താ അത്ര ഉറപ്പ്? സാറേ ഈ കമ്പി വിളയ്ക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ചെറിയൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പം പിടിക്കപ്പെടും. മലയാളികൾ അതുകൊണ്ട് ചെയ്യില്ല സാറേ. ഇത് കേട്ടിട്ട് താൻ ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് തോന്നണ. അതിൻ്റെ അകത്ത് ജോലി ഇതായി പോയില്ല സാറേ. കണ്ടിട്ട് 2 പാണ്ടികളെ പോലെ ഉണ്ടല്ലോ അവന്മാര്. ശരിയാണല്ലോ സാറേ. നോക്കണ്ടോ നേരെ നടന്നു. എവിടെ പോണ്? സാർ അവിടെ പണിയുണ്ട്. എവിടെ? ഇവിടെ അടുത്താ. എന്താ അതിൻ്റെ അകത്ത്? ഒരു പണി സാറേ. എവിടെ വീട്? ഞങ്ങളിവിടെ അടുത്താ. ഇവനെന്താ പാണ്ടിയാണോ? അല്ല സാറേ, മലയാളിയാ. ഇവിടെ കിടന്ന് കൂടുതൽ ഇറങ്ങണ്ട, വിട്ടോ. വണ്ടി എടുക്കടോ. സാറേ വീട്ടിലേക്കല്ലേ? ശരി സാർ. എന്നാ വിട്ടോ. നാളെ കാണാം. ഓക്കെ സാർ. അച്ഛന്റെ മോളെ വാ. എവിടെ? ശിവ, നിങ്ങളിപ്പോ എത്തി? ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോ എത്തിയതാ. ഇവിടെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഞാനും അരിമോളും ചേർന്നാണ് ഒന്ന് അടക്കി ഒതുക്കി വെച്ചത് അല്ലേ? ആണോ? ഞാൻ ഒരുത്തനെ ഏർപ്പാടാക്കിയതാണല്ലോ. അവന്മാർ ഇത്ര നേരിട്ട് വന്നില്ലേ? ആണെന്ന് വിളിച്ചോട്ടെ. ഇനി ആരെ വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ വന്നപ്പോ തുറന്നാ കിടക്കണ്ടായിരുന്നേ. ശിവയ്ക്ക് അറിയാലോ ആര് ചെയ്താലും എനിക്ക് തൃപ്തിയാവില്ല എന്നുള്ളത്. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് പുതിയ സ്റ്റേഷൻ? അതൊക്കെ പറയാം. നീ അതേ ഇവിടെ ഒന്ന് പിടിച്ച്. അച്ഛൻ പോയി കുളിച്ചിട്ട് പറ്റേ? ഓക്കെ, ഞാൻ ചായ എടുക്കാം.
അരിമോളെ മോളെ രണ്ടു ദിവസം എവിടെ തങ്ങി? ദേ ഇവിടെ ക്വാർട്ടേഴ്സിൽ. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു. അത് മോൻ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല എന്നുള്ളത്. അതൊക്കെ പോട്ടെ. പുതിയ സ്ഥലം എങ്ങനെയുണ്ട്? ഓ അതൊന്നും പറയണ്ടടോ. സ്റ്റേഷനാണെങ്കിൽ പരമ ബോറ്. പിന്നെ സ്ഥലം കൊള്ളാം. നല്ല വായു, കാട്, പുഴ, മൊത്തത്തിൽ പ്രകൃതി രമണീയമായ സ്ഥലം. ആഹാ, നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കറങ്ങാൻ പോയല്ലോ ശിവ. ജോലിയിൽ ആത്മാർത്ഥത തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും സ്ഥലം മാറേണ്ടി വരും. അതിനുമ്പ് ഈ നാടൊക്കെ ഒന്ന് കാണണം. പിന്നെ ആര്യമോളി പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? അച്ഛൻ്റെ കൂടെ കറങ്ങാൻ പോണ്ടേ? പോണ്ടേ? ആ ദേ കഴിക്ക്. മോളെ അരിമോള് കഴിച്ചേ. മിടുക്കി. മുഴുവൻ കഴിക്കണേ. ആരാരും പോകാ തീരങ്ങൾ തേടാം ആനന്ദത്തേരിൽ ദൂരെ, ആരാരും കാണാ താരങ്ങൾ തേടാം ആകാശത്താരിൽ നീളേ. ചെമ്മാനപ്പൂവേട്ടിൽ ചെഞ്ചായം മായുമ്പോൾ ചെമ്പാവിൻ പാട്ടും ചേർന്നിടാം, ചായുറങ്ങിടാം ചോല തന്നോരം ചെല്ലച്ചേരാതും ചാരത്ത്. ചുരങ്ങളിൽ തുള്ളിക്കളിക്കയായി വരയാടിൻ കുരുന്നുകൾ നിന്നെ പതിഞ്ഞിടും ഇലവീഴാ തടങ്ങളിൽ ഒന്നായിരിക്കവേ കണിമഞ്ഞാലകന്നു നാം വഴിമൂടും കുളിർമഞ്ഞിൽ ചെറുതെന്നൽ പുണരുമ്പോ മുന്നിൽ തെളിഞ്ഞു കണ്ണിൽ മറഞ്ഞതെല്ലാം മാറിക്കറുമ്പി മാനത്തകന്നു മെല്ലെ. ആരാരും പോകാ തീരങ്ങൾ തേടാം ആനന്ദത്തേരിൽ ദൂരെ, ആരാരും കാണാ താരങ്ങൾ തേടാം ആകാശത്താരിൽ നീളേ. നീലക്കുറിഞ്ഞികൾ മലരാകാൻ കൊതിക്കവേ പൂക്കൾ തിരഞ്ഞു നാം തെങ്കാശ്മീർ തലങ്ങളിൽ, രാവിൻ കയങ്ങളിൽ തണുപോലും ഇടങ്ങളിൽ മൂടിപ്പുതച്ചു നാം ചെറുതേകാനിരിക്കവേ. ഈ യാനം സുഖയാനം മറയൂരിൻ മധുരം പോ വെള്ളപ്പുതപ്പിനുള്ളിൽ നനഞ്ഞ മണ്ണിൽ പതുങ്ങി മുന്നിൽ വരാതെ സൂര്യൻ. ആരാരും പോകാ തീരങ്ങൾ തേടാം ആനന്ദത്തേരിൽ ദൂരെ, ആരാരും കാണാ താരങ്ങൾ തേടാം ആകാശത്താരിൽ നീളേ. ചെമ്മാനപ്പൂവേട്ടിൽ ചെഞ്ചായം മായുമ്പോൾ ചെമ്മാവിൽ പാടം ചേർന്നിടാം, ചായുറങ്ങിടാം ചോല തന്നോരം ചെല്ലച്ചേരാതിൻ ചാരത്ത്. ചായുറങ്ങിടാം ചോല തന്നോരം ചെല്ലച്ചേരാതിൻ ചാരത്ത്. എന്താണ് പരിപാടി? അച്ഛേ
പോയിട്ട് നേരത്തെ വരാം. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാം കേട്ടാ. അച്ഛൻ പോയിട്ട് വരുമ്പോ എനിക്കൊരു ബോൾ കൊണ്ടുവരോ? അതെന്തിനാ? മോള് ബോള് വെച്ച് കളിക്കാറൊന്നുമില്ലല്ലോ. എനിക്ക് പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയി. അമ്പടി കള്ളി, വന്ന് 2 ദിവസം കൊണ്ട് നിനക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയ? എന്തായാലും അച്ഛൻ പോയിട്ട് വരുമ്പോ വാങ്ങിച്ചിട്ട് വരാം കേട്ടാ. മതി മതി അച്ഛനും മോളുള്ള സ്നേഹം. ഇവിടെ ഒരുത്തി നിൽപ്പുണ്ട്. ഓ, അന്നതൊരു പ്രശ്നമാക്കണ്ട. നിനക്കും കൂടി വരുന്നു. ഓ, നീ പിടിച്ചേ. എന്നാ അച്ഛൻ പോട്ടെ. ഓക്കെ, ബൈ. നീ എന്ത് കളിക്കാൻ പാടാ പിന്നെ അങ്ങോട്ട്? ഒന്നുമില്ല സാർ. ചുമ്മാ എന്താണ് രാവിലെ ഒച്ചപ്പാടും വേളോ? സാറേ, ഇന്നലെ രാത്രി നമ്മൾ പെട്രോളിങ്ങിന് പോയപ്പോ വന്ന് ചാടിയന്മാരെ ഇവിടെ ഉമ്മാരല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ വെച്ചേണ്ടത്? അതെ സാറേ, രണ്ടുപേരും നല്ല അസല് കള്ളന്മാരാ. രസം എന്താന്ന് വെച്ചാലേ, ഇവന്മാര് നല്ല കക്കാൻ കയറിയത് സാറിന്റെ വീട്ടിലാ. സാറിനെ കണ്ടോണ്ടാന്ന് തോന്നി ഇവന്മാർ ഇറങ്ങി ഓടിയത്. വന്നയാടെയാണ് നമ്മുടെ ജീപ്പിന്റെ മുന്നിൽ. ആഹാ, അതൊക്കെ പോട്ടെ. നീ എന്റെ വീട്ടിൽ തന്നെയാണ് കയറിയത്. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയ അവിടെ നിന്ന് ചോദിച്ചതിന് ഉത്തരം പറയടാ. സാറേ, ഞങ്ങള് കള്ളന്മാരാ സാറേ. പക്ഷെ ഇന്നലെ കയറിയത് സാറിന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ കയറില്ലായിരുന്നു. പക്ഷെ അത് സാറിന്റെ വീടല്ല സാറേ. സത്യമായിട്ട് സാറേ, ഇതുവരെ നടത്തിയ മോഷണങ്ങളൊക്കെ ഞങ്ങളാ സാറേ. പക്ഷെ അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എടുക്കാനായിട്ട് അവർ ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല. ഏതവര്? അത് ഞാനും എൻ്റെ ഭാര്യയും കൊച്ചും മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ നീ ആരുടെ കഥ ഉണ്ടാക്കണത്? കഥയുണ്ടാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ്? അല്ല സാറേ, പുന്നാര മോനെ, കഥ ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾ ഈ കുറ്റമൊക്കെ സമ്മതിക്കേണ്ട കാര്യമുണ്ടോ സാറേ? നീ അത് പറഞ്ഞത് പോയിന്റ്. സാറിന്റെ വീട്ടില് സാറല്ലാത്ത വേറെ 2 പേരുണ്ട് സാറേ. അത് കൊള്ളാലോടാ. ഞാനറിയാത്ത വേറെ ആൾക്കാർ. സാറേ, അത് ഞങ്ങളില്ലാത്തപ്പോ. സാറേ, ഞാൻ പറയുന്നത് സത്യമാണ് സാറേ. സാറിന്റെ വീട്ടില് സാറില്ലാത്തപ്പോ വന്ന 2 പേരല്ല സാർ അവര്. പിന്നെ സാറിനെ കട്ടി മുമ്പ് താമസിച്ചവര് സാർ. അല്ല, നീ ഇങ്ങോട്ട് വന്നേ. സാറേ, വാ. സാറേ, എത്ര അടിച്ചാൽ ഇതാവും സാർ സത്യം. ബാടാ, നീ അവിടെ എന്താ നീ കണ്ടത്? നീ ആരുടെ കാര്യം പറയണത്? ഒന്നും മനസ്സിലാവണ രീതി പറയടാ. വരണ്ടോ നോക്കണ്ട. ഇതെന്താ തന്നെ പറയണേ? ശബ്ദം കേട്ടോ? അല്ല, നീ അത് തുറക്കാൻ നോക്കടാ. നീ ഇപ്പൊ കേട്ടാ? കേട്ടാ? എന്താ എന്താണ് എന്താടാ അറിയില്ല. നീ പോയി നോക്ക്. ആരാ നോക്ക്.
സാറേ തയ്യൽ മെഷീൻ കിടക്കണ മുറിയില്ലേ അവിടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് സാറേ. സാറേ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്ന നല്ലത്. ഭാഗ്യത്തിനാ ഞങ്ങളുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. നീ പറയുന്ന കുറേയൊക്കെ ശരിയാണ്. അവിടെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. പക്ഷെ രണ്ടുപേരെ കണ്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റിയൊരു കാര്യമല്ല. എടോ വിനിതേ, ഇവനെ പിടിച്ചാത്തിട്ടെ. സാറേ ഇതിനു മുമ്പ് ഞാൻ അവരവിടെ കണ്ടിട്ടുണ്ട്. സാറത് കാര്യാക്കണ്ട, അത് പഴയ താമസക്കാരിട്ട് പോയതാ. ഞാൻ വേണം മാറ്റി തരാം. പറഞ്ഞ പോലെ തന്നെ കേസൊന്നും ഇല്ലാത്ത സ്റ്റേഷൻ ആണല്ലേ. ഇഷ്ടപ്പെട്ട എന്നൊരു കാര്യം ചെയ്യും. അച്ഛൻ പോയി കുളിച്ചിട്ട് വരാം. എന്നിട്ട് എയർ അടിച്ച് നമുക്ക് രണ്ടുപേരും കളിക്കാം. ഓക്കെ? ഇതിന്റെയും കൂടി ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. അച്ഛനും മോളും കൂടി ഈ വീട് മൊത്തം പൊളിക്കും. ആയിക്കോട്ടെ, അച്ഛൻ പോരാ കേട്ടോ. വെയിറ്റ് നോക്കട്ടെ. ഏറടിച്ചോ കൊള്ളാലോ. അനിതേ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് ഈ സോപ്പ് എടുക്കലെന്ന്? ഇത് മൊത്തം മുടിയാണല്ലോ. തന്റെ സോപ്പിലൂടെ ആരും എടുക്കാറില്ല. അത് തന്റെ തന്നെയായിരിക്കും. ഓ ശബ്ദം ഉണ്ടാക്കല്ലേ, ഇപ്പൊ വരാട്ടോ. അച്ഛൻ ബോളിൽ ഏറടിക്കുവാ. ആര്യമോളെ, മോളെ ആരോടെ സംസാരിച്ചോണ്ടിരുന്നത്? അത് മോളുടെ പുതിയ ഫ്രണ്ടിനോടാ. അച്ഛൻ പോരാട്ടോ. ആരോട് പറയാനാ? ഈ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. വലിയൊരു വീടും ഞാനും മോളും. അമ്മയും കൊള്ളാം, മോളും കൊള്ളാം. എടി അനു, നമ്മുടെ ആര്യമോളെ ആരോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അവളിപ്പോൾ അങ്ങനെയാ, ഇടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അവൾക്ക് വേറെ കളിക്കാൻ കൂട്ടൊന്നും ഇല്ലല്ലോ. അതെങ്ങനെയാ? സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കണ്ടേ? കെട്ടും കിടക്കടുത്ത് പോവാനല്ലേ നമുക്ക് വിധിയുള്ളൂ. എന്നാലും ഒറ്റയ്ക്ക്. ഓഹോ, ബാക്കിയുള്ളവർ ഒറ്റയ്ക്കായ ഒരു പ്രശ്നമില്ല. എത്ര പ്രാവശ്യം ഞാൻ ശിവരുടെ അടുത്ത് പറയുന്ന അച്ഛനും അമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അതെനിക്ക് പറ്റില്ലല്ലോ. അപ്പൊ മോളിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഒരു അതിശയമില്ല. എന്തായാലും നാളെ തന്നെ പോവാം. അഭിമാനികളല്ലേ, നീ നേരിട്ട് വിളിച്ചില്ലാന്ന് വേണ്ട. പോരെ? ശിവ അവിടെ പോയിട്ട് അവരെ കൊണ്ടുവരുന്നോ? അല്ലാണ്ട് അവരെ ഇങ്ങോട്ട് വരാനാ? ശിവ ശിവ എന്തോ വലുത് വരാനിരിക്കുന്നുണ്ട്. അതെ, മോളെവിടെ നോക്കിട്ട് പറ്റേ. ശിവയുടെ അടുത്തൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്ത് കാര്യം? അപ്പുറത്തിരിക്കുന്ന തയ്യൽ മെഷീൻ നന്നാക്കുന്ന കാര്യം. അത് ശിവ പറയാതെ തന്നെ ചെയ്തു തന്നല്ലോ.
തയ്യൽ മിഷൻ നന്നാക്കിന്നോ? ഞാനോ? ആ എന്തായാലും ശരിയാക്കിയത് നന്നായി. എനിക്ക് എന്തെങ്കിലും തയ്ക്കാലോ. താൻ തുറങ്ങുന്നില്ലേ? ഇല്ല, താൻ കിടന്നോ, ഞാൻ പോരാം. ഓ, ആത്മാവൻ തിരുവോളത്താൻ പോവായിരിക്കും. സാറിൻ്റെ വീട്ടിൽ സാറല്ലാത്ത വേറെ 2 പേരുണ്ട് സാറേ. ഹലോ, വേണ്ടോ, ഞാൻ വന്നോളാം. ശിവ ഇന്നലെ അപ്പുറത്തെ റൂമിലാണ് കിടന്നത്. നേരം വെളുത്തപ്പോൾ ഇങ്ങോട്ട് വന്നേ. അല്ല, ഞാനെങ്ങനെ അവിടെ? നല്ല ആളാ. വീണ്ടും പഴയ ശീലങ്ങളൊക്കെ തുടങ്ങിയില്ലേ? വേറെ എവിടെയോ നോക്ക്, ഞാൻ യൂണിഫോം എടുത്ത് വയ്ക്കാം. ആയിരിക്കടോ. ഇവിടെ വിനീതേ,
വിനീതിന് ഞാൻ താമസിക്കുന്ന വീടിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? സാർ ആ കള്ളന്മാർ പറഞ്ഞിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. അതല്ലടോ, ഞാൻ 2 പേരെ ഇവിടെ കണ്ടു. അതൊരു സ്വപ്നമാണോ അതോ എൻ്റെ ഒരു തോന്നലാണോ എന്നറിയില്ല. അങ്ങനെ സാർ അവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സാർ അവന്മാർ പറയുന്ന മുഴുവൻ തള്ളിക്കളയണ്ട. ഓ, അതെന്താ അങ്ങനെ പറയാൻ കാര്യം? സാറിപ്പോൾ താമസിക്കുന്ന ഇവിടെ കുറച്ച് നാട്ട് പൂട്ടിക്കിടക്കുമായിരുന്നു. എന്താ കാരണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സാറ് പറയുന്നവർ അവിടെ പേടിക്കാനൊന്നുമില്ല. സാറിന് സംശയമാണെങ്കിൽ എൻ്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം. അല്ല, അച്ഛനിപ്പോൾ എവിടെ ഉണ്ട്? അച്ഛനിപ്പോൾ വീട്ടിൽ കാണാം. ആണോ? എന്നാൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അതിനെന്താ, നമുക്ക് പോകാം സാറേ. സാറേ, ആ നിൽക്കുന്ന ആള് പുള്ളി പഴയ പോലീസുകാരനെ. അച്ഛാ, ഇതാ നമ്മുടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് ചാർജെടുത്ത CA സാർ. നമ്മുടെ ലീലാമ്മ ആൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ പൂട്ടി കിടക്കുന്ന വീടില്ലേ, അവിടെ സാർ താമസിക്കുന്നു. അവിടെയാണോ? എന്താ മോൻ്റെ പേര്? ശിവൻ. അച്ഛാ, ആ വീടിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അച്ഛനറിയോ? സാറിനത് മേടിക്കാൻ താല്പര്യമുണ്ടേ? അല്ല, അത് വിലയ്ക്ക് മേടിക്കാനാണോ? അല്ല, വിലയ്ക്ക് വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്രയും വലിയ പ്രശ്നമുള്ളൊരു സ്ഥലമാണോ അത്? അങ്ങനെ ചോദിച്ചാൽ ആദ്യം ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആണോ? കുറച്ച് വർഷം മുമ്പ് അവിടെ ഒരു അമ്മയും കുഞ്ഞും മരിച്ച കാര്യം നിനക്കറിയുന്നതല്ലേ? അറിയാം. അത് ഞാൻ സാറിനോട് പറഞ്ഞു. അതിന് ഇപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? കേട്ടോ ശിവ, ഇവൻ ക്യാമ്പിൽ പോയിൻ്റെ അന്നായിരുന്നു അവിടെ ആരോ മോഷണത്തിന് കയറിയത്. ആ സമയത്താണ് അവർ കൊല ചെയ്യപ്പെട്ടത്. ഓ, ശരീരമെല്ലാം പുഴുവരിച്ച രീതിയിലാണ് കിടന്നിരുന്നത്. മരിച്ചു കിടന്ന ആ അമ്മയുടെയും കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് കഴിഞ്ഞൊരു 2 വർഷം ആരും തന്നെ അവിടെ താമസത്തിന് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫാമിലി അവിടെ താമസത്തിന് വന്നത്. പക്ഷേ അധികം നാൾ അവരും അവിടെ താമസത്തിനുണ്ടായിരുന്നില്ല. നാട്ടുകാർ ചില കഥകളൊക്കെ പറഞ്ഞവരെ പേടിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അധികം നാൾ അവരവിടെ ഉണ്ടായിരുന്നുമില്ല. അതിനുശേഷം ആ വീട്ടിൽ ആരും താമസിച്ചിട്ടില്ല. ഈ കഥകളൊക്കെ ആർക്കാ അച്ഛാ ഉണ്ടാക്കാൻ പറ്റത്തെ? അങ്ങനെ വെറുതെ ഒരു കഥ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം ഉണ്ടാകാനാ? ഇനി എന്തെങ്കിലും അറിയണമെങ്കിലേ ഫാദർ ഗ്ലോറിയാസിനെ പോയി കണ്ടാൽ പറഞ്ഞു തരും. ഓക്കെ, എന്നാൽ ശരി അച്ഛാ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ. ഏതായാലും വന്ന സ്ഥിതിക്ക് സാറിന് കാപ്പി കൊടുത്തിട്ട് വിട്ടാൽ മതി. ശരി. പറയടോ. ഞാൻ ദേവന്. വിനീതേ, ചായ ഒന്നും വേണ്ട. എന്തു പറ്റി? അത്യാവശ്യമായിട്ട് പോണം. ശരി. മോളെ കൊണ്ട് തോറ്റു.
നമസ്കാരം. എന്താ വിനീത ഇങ്ങോട്ടേക്ക്? ചുമ്മാ ഇതുവഴി പോയപ്പോൾ അച്ഛനൊക്കെ സുഖമായിരിക്കുന്നു? ഓ സുഖമായിരിക്കുന്നു ഫാദർ. ഞങ്ങളൊന്ന് ഫാദറിനെ കാണാൻ വേണ്ടി വന്നാ. എന്താ വിശേഷിച്ച്? ഫാദർ, എൻ്റെ പേര് ശിവൻ. ഞാനിവിടെ ജോയിൻ ചെയ്ത് പുതിയ CA ആണ്. അപ്പോൾ ശിവനാണ് അവിടെ താമസിക്കാൻ വന്നത്. അതെങ്ങനെ ഫാദറിന് മനസ്സിലായി? അതവിടെ നിൽക്കട്ടെ. അല്ല, അവിടെ താമസിച്ചുകൊണ്ട് ശിവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ബുദ്ധിമുട്ടൊന്നുമില്ല ഫാദർ. പക്ഷേ ഞാൻ കണ്ടൊരു സ്വപ്നം, അത് എന്താ ശിവ? ശിവ, അത് സ്വപ്നമല്ല, അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. ഞാൻ അവരോട് പറഞ്ഞതാ, ആ തയ്യൽ മെഷീൻ അവിടെ നിന്ന് മാറ്റാതെ ആ വീട് വാടകയ്ക്ക് കൊടുക്കരുത്. അല്ല, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാദർ? ഏയ്, അത് പിന്നെ പറയത്തക്ക പ്രശ്നമുള്ള കാര്യമല്ല. എങ്കിലും ഒന്ന് സൂക്ഷിക്കണം. ആ തയ്യൽ മെഷീനിൽ കുടിയിരിക്കുന്ന എന്താണെങ്കിലും അത് ശിവന്റെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞു. അതിനെ ഒഴിവാക്കാൻ ഇനി സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇതുപോലെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അവിടെ എന്ത് പ്രശ്നമാണ് ഫാദർ ഉണ്ടായിട്ടുള്ളത്? ആ അമ്മയുടെയും മകളുടെയും മരണത്തിന് ശേഷം അവിടെ ചില അസ്വാഭാവിക സംഭവങ്ങൾ താമസിക്കാൻ വന്നവർക്കുണ്ടായിട്ടുണ്ട്. എങ്ങനെയുള്ള? ശിവനിപ്പോൾ അനുഭവപ്പെട്ടതുപോലെയുള്ള. അല്ല, ഇതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഫാദർ? ശിവനൊരു കാര്യം ചെയ്യും. ഇന്ന് തന്നെ ശിവന്റെ ഭാര്യയും കുഞ്ഞും അറിയാതെ ആ തയ്യൽ മെഷീൻ അവിടെ നിന്ന് മാറ്റണം. എന്താവശ്യമുണ്ടെങ്കിലും ശിവൻ ഇങ്ങോട്ട് വരാം. മാറ്റാ ഫാദർ. ഫാദർ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ? പോയി വരൂ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ശരി. ഹലോ, അകത്തേക്ക് വേടോ. എന്താ സാറേ? അത് പിടിച്ച് എന്നെ മുടിഞ്ഞ ഭാരോ സാറേ ഇതിന്? ഒന്നും മിണ്ടാണ്ടിരിക്കടോ, അവളെ ഇരിക്കും. സാറേ, എന്തായാലും ഫാദർ പറയുന്ന പോലെ ഈ മെഷീൻ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. താഴെ എവിടെ കൊണ്ട് കളയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആ സ്ക്രാപ്പ് കോപ്പിയുടെ കടയിൽ കൊണ്ട് കൊടുക്കാം. അതാകുമ്പോൾ വെട്ടിപ്പൊളിച്ച് പാഴ്സലാക്കി കയറ്റി വിട്ടുള്ളൂ. ഇതൊരു തലവേദനയാവോ? ഞാൻ നോക്കിക്കോളാം, സാർ ടെൻഷൻ ഒന്നും അടിക്കണ്ട. താനാ ചെല്ലാൻ നോക്ക്. ആ ശരി. ഓക്കെ സാർ. സാറേ, എന്താടോ? എൻ്റെ പൊന്നു സാറേ, ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. ജോലി പോയാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നാ പ്രസാദം. വേണ്ട വേണ്ട വേണ്ട, താൻ തന്നെ വെച്ചോ.
എടോ ആ നമുക്കേ ആ ഫാദറിനൊന്നും കണ്ടല്ലോ. ആ പോവാം സാറേ, നമുക്ക് പോവാം. ആ എന്തായാലും താൻ കൊണ്ടുവന്നല്ലേ, ഒരെണ്ണം ഇടും നിനക്ക്, ആ ചെറുതൊരെണ്ണം. എനിക്കറിയായിരുന്നു സാറിന് ആവശ്യം വരും. അല്ല അതുകൊണ്ടല്ല, താടെ വെറുതെ വെച്ചേക്ക്, കൈ തരണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. ആ പൊക്ക ശരി. ഭഗവാനേ എൻ്റെ ഒരു കാര്യം. നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കൂ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവരെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടും പോകരുത്. ശരി ഫാദർ. എനിക്കങ്ങോട്ട് വരാനുള്ള സമയമായി. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർത്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം. ശരി ഫാദർ. ചെല്ല്. സാറ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് സംതിങ് ലൈക്ക് എ റിവെഞ്ച്. ആ പെൺകുട്ടിയുടെയും അമ്മയുടെയും മരണത്തിന് ഉത്തരവാദി ഒരിക്കലും ഒരു സീരിയൽ കില്ലർ ആവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിന്റെ തുടർ സംഭവങ്ങൾ ഇനിയും ഉണ്ടായേനെ. സംതിങ് ലൈക്ക് സെയിം ആസ് ദ പ്രീവിയസ്. ഐ തിങ്ക് ഹീസ് എ സൈക്കോപാത്ത്. ഒന്നല്ലെങ്കിൽ അവരെ കൂടുതൽ അടുത്തറിയാവുന്നവർ, അല്ലെങ്കിൽ അവരെ കൂടുതൽ സ്നേഹിച്ചിരുന്നവർ. ഡോക്ടർ പറഞ്ഞു വരുന്നത് ചില കേസസ് അങ്ങനെയാണ് സാർ. ഇപ്പോൾ സാറിനൊരു സാധനം ഇഷ്ടമാണെന്ന് വിചാരിക്കും, അത് സാറിന് തന്നെ കിട്ടുമെന്നും വിചാരിക്കും. പെട്ടെന്ന് ഒരു ദിവസം അത് കിട്ടിയില്ലെങ്കിൽ അത് ആർക്കും കിട്ടരുതെന്ന തോന്നൽ ഓട്ടോമാറ്റിക്കലി സാറിന്റെ മൈൻഡിൽ ക്രിയേറ്റ് ആവും. കിട്ടാതിരിക്കാൻ സാർ മാക്സിമം ട്രൈയും ചെയ്യും. പിന്നീട് അതൊരു വിഭ്രാന്തിയിലേക്ക് പോകും. ഡോക്ടർ, അപ്പോൾ എനിക്കൊരു ഡൗട്ട്. എന്താ? ആ കേസ് ഇതുവരെയും തെളിയാത്ത സ്ഥിതിക്ക് അത് ഇയാൾക്കൊരു ഹരമായി തീർന്ന് പിന്നീടും ഒരു ക്രൈം ചെയ്യാൻ തോന്നിയാലോ? യു ആർ കറക്റ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ ദിസ് കേസ് ബിക്കോസ് ഇറ്റ്സ് എ ക്ലിയർ കട്ട് റിവെഞ്ച്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ക്രൈം ചെയ്ത ആൾക്ക് അതിലെന്തായാലും കുറ്റബോധം ഉണ്ടാവും. പ്രത്യേകിച്ച് അയാൾ ഇപ്പോഴും ലോകത്തിന് മുന്നിൽ ഒരു കുറ്റവാളി അല്ലാത്ത പക്ഷം. ഒരുപക്ഷെ അയാൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും കീഴടങ്ങില്ല. അതെന്താണ്? അയാൾക്ക് തോന്നിയ വിഭ്രാന്തി മൂലം അയാൾ കൊന്നിട്ടുണ്ടെങ്കിൽ അത് അയാളെ ജീവന് തുല്യം സ്നേഹിച്ച ഒരാളായിരിക്കും. അതിനുശേഷം ചിലപ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അയാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരുറപ്പും പറയാൻ പറ്റില്ല. ഇനി അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ആരുടെ മുന്നിൽ കീഴടങ്ങില്ല. പിടിക്കപ്പെടുമെന്ന തോന്നൽ വന്നാൽ സ്വയം ഇല്ലാതാകാനാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത്. ചിലപ്പോൾ അയാൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നുണ്ടാവും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്താ സാർ, ഈ കേസ് കുത്തിപ്പോക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇല്ലടോ, അങ്ങനെയൊന്നുമില്ല. ചുമ്മാ എന്തോ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ വേണ്ട സാർ. സാറിന് അയാളെ ജീവനോടെ കിട്ടാൻ സാധ്യതയില്ല. ശരി. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ രണ്ടുപേർക്കും. എന്താ വിനീതേ, ഇന്നലത്തെ പോലെ എന്തെങ്കിലും ആയിട്ടാണോ വന്നിരിക്കുന്നത്? ഒന്നുമില്ല. നീ ഓരോന്നോർവിനെ പേടിപ്പിക്കില്ലേ? നീ ചായ എടുത്തേ. മോളെന്തേ? അവളോട് കളിച്ചോണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടേ മോള്? നല്ല കളറല്ലേ? നല്ല കളറാ. കൊള്ളാല്ലേ? സൂപ്പർ ബോളാ. ആണോ? മോളൊന്ന് പിടിച്ചേ, അച്ഛൻ പോരാ കേട്ടോ.
പറഞ്ഞത് ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എൻ്റെ പൊന്ന് സാറേ, ഞാൻ പോവാണ്. ഞാൻ സ്റ്റേഷനിൽ വെച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ഈ പരിപാടിക്ക് എന്നെ വിളിക്കരുതെന്ന്. എനിക്കെന്നെ ജോലി പോയാലും ഇനി പ്രശ്നമില്ല. മറ്റൊടുത്ത് ഇടപാടുമായിട്ട്. വിനീതേ, എങ്ങോട്ടാ? ചായ കുടിക്കുന്നില്ലേ? എന്താ വിനീതേ കയ്യില്? ചോദിച്ചത് കേട്ടില്ലേ? ഓ, ശിവയുടെ കയ്യിലുണ്ടോ? എന്തിനാ ആവശ്യമില്ല സ്ഥലം കെട്ടിച്ചോണ്ടിരുന്ന ശിവ? അനിത, 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 എടോ അച്ഛ, എന്റെ അരിമോള്. In the name of Father, and in the name of Son, and in the name of Holy Spirit. Amen. In the name of Father, and in the name of Son, and in the name of Holy Spirit, please save the child from demon powers. Amen. ശിവൻ ഒരു കാര്യം ചെയ്യും. കുഞ്ഞിനെ വിനീതിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്നോടൊപ്പം വരും. വിനീത്, മോള് നോക്കണേ. മരണാനന്തരം ദൈവസന്നിധിയിലിരിക്കേണ്ട നീ എന്തിനാണ് ഈ ശരീരത്തിൽ നിലകൊള്ളുന്നത്? സർവശക്തനായ ദൈവത്തിന്റെ തിരുവചനത്താൽ നിന്നെ ദൈവസന്നിധിയിലെത്താൻ ഞാൻ സഹായിക്കാം. മറ്റൊരാളുടെ ശരീരത്തിൽ ഇരിക്കാൻ നിനക്കൊരു അവകാശവുമില്ല. നീ ഇപ്പോ തന്നെ ഈ ശരീരം ഒഴിഞ്ഞു പോണം. അതാണ് ദൈവഹിതം. ഫാദർ ഗ്ലോറിയാസ്, എങ്ങനെയാണ് ഞാൻ പോയേണ്ടത്? ഒരു കാരണവുമില്ലാതെ എന്നെയും എൻ്റെ മോളെയും ഇല്ലാതാക്കിയവൻ ആരാണെന്ന് പോലും കാണാതെ, അതെന്തിനാണെന്ന് അറിയാതെ ഞാൻ അവിടുന്ന് പോയാൽ എനിക്ക് ഏത് ദൈവസന്നിധിയിൽ ഇടം കിട്ടുന്നാണ് അച്ഛൻ പറയുന്നത്?
കിട്ടാനുള്ളതല്ല അനിതയുടെ ശരീരം. അവളും നിന്നെപ്പോലെ ഒരു അമ്മയാണ്. അവർക്കിടയിൽ ഒരു തടസ്സമാകാൻ നിനക്കൊരു അവകാശവുമില്ല. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം, നീ ഈ ശരീരം വിട്ട് ദൈവസന്നിധിയിൽ എത്തുന്നതിന് മുന്നേ നിന്റെ മരണത്തിന് ഉത്തരവാദിയായവരെ കർത്താവ് നിനക്ക് കാണിച്ചു തരും. ദൈവഹിതമനുസരിച്ച് ഇപ്പൊ നീ ഈ ശരീരം വിട്ട് പോണം. ഇല്ല ഇല്ല. In the name of Father, in the name of Son, and in the name of Holy Spirit. I command you, in the name of Lord Jesus Christ, blood and resurrection, I say the spirit of darkness, Glory to be Father, glory to the Son, and glory to the Holy Spirit. ശിവൻ ഇവിടെ തന്നെ ഉണ്ടാകണം. കപ്പേരെ അനിതേ, ഡോർ അടച്ചു വിട്ടിട്ട് in the name of Jesus, in the name of Son, and the name of Holy Spirit. Jesus Christ, by the power of his cross, blood
ആ മോനെ ഫാദർ, ഈ തയ്യൽ മെഷീന്റെ ഭാഗങ്ങൾ ഇവിടെ വയ്ക്കാൻ പാടില്ല. ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കി കളഞ്ഞേക്ക് കേട്ടോ. അച്ഛോ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാണ്ട്. ഒന്ന് വന്നേ. ദേ വരുന്നേ. ശരി അച്ഛോ. എന്താണ് ഫാദർ? ശിവ, ഇതുകൊണ്ടൊന്നും അവസാനിച്ചു എന്ന് കരുതണ്ട. എല്ലാം താൽക്കാലികം മാത്രം. ഫാദർ പറഞ്ഞു വരുന്നത് കേവലം ഒരു തയ്യൽ മെഷീൻ വഴി തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നത് ആരായാലും അവർ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി അവരുടെ മരണത്തിന് ഉത്തരവാദിയായവരെ കണ്ടെത്തേണ്ട ചുമതല തൻ്റെതാണ്. തീർച്ചയായിട്ടും ഫാദർ. പിന്നെ കപ്പ്യാർ ഒരു സംശയം പറഞ്ഞു. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതൊരു സംശയം മാത്രമായിരിക്കാം. എന്താണ് ഫാദർ? തൻ്റെ സഹപ്രവർത്തകനായ വിനീതിനെ കപ്പ്യാർക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും അറിയാം. കപ്പ്യാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ വീടുമായി ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് വിനീത്. ഇത് തനിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. സോ ഫാദർ ഉദ്ദേശിക്കുന്നത്? മനസ്സിൽ തെളിയുന്ന മിഥ്യകളും സംശയങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കപ്പ്യാരുടെ സംശയം താനുമായി ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. സമയം കിട്ടുമ്പോൾ പള്ളിയിലേക്കൊക്കെ ഒന്ന് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. എടാ വിനീതേ, വിനീതിന് ഞാൻ താമസിക്കുന്ന വീടിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അതെന്താ സാർ ഇപ്പം അങ്ങനെ ചോദിച്ചേ? സാറാ കള്ളന്മാർ പറഞ്ഞിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ അവരവിടെ കണ്ടിട്ടുണ്ട് സാറേ. ഈ ഇടിക്കാരൊക്കെ ഇടുന്ന ഗ്ലൗസ് ഇല്ലേ, അത് അയാളിട്ടുണ്ടേ, ഞാൻ കണ്ടാ സാറേ. തനിക്കറിയോ ആ വീട്ടിൽ അമ്മയെ കൊച്ചെങ്ങനെ മരിച്ചെന്ന്? ആരെ കൊന്നേന്ന്?
ഇതിങ്ങനെ പുന്നാര മോനടോ. എടോ സൂക്ഷിച്ച് സംസാരിക്കണം. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇറങ്ങിപ്പോടാ നാറി. എനിക്കറിയാം അതെന്റെ മകനാണ്. അവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഞാനടാ കൊന്നത്. എങ്ങനെയുണ്ടോ? നിനക്കറിയോ ഞാൻ നിന്നെ എന്തിനാ കൊന്നതെന്ന്? അറിയില്ലല്ലോ. അറിയണോ? നിനക്കറിയണോ? നിനക്കറിയണോന്ന്? നിനക്കറിയോ എനിക്ക് നീ എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന്? പ്രണയമെൻ സിരകളിൽ ലഹരിയായി നിൻ ചിരികളിൽ അനുദിനം മിഴികളിൽ നിറയുമോ നീ പുലരിയിൽ കനവിലായെന്നിലാനന്ദമായി നീ തുടരേ അകലെ നീയെ നിലാപ്പൂ പോൽ തനിയെ സഖി പ്രണയമെൻ സിരകളിൽ ലഹരിയായി നിൻ ചിരികളിൽ അനുദിനം മിഴികളിൽ നിറയുമോ നീ പുലരിയിൽ നിന്റെ ഓരോ ചലനവും ഓരോ ചിരി എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് തോന്നി തുടങ്ങി. പതിയെ പതിയെ അതൊരിക്കലും മായ്ക്കാനാവാത്ത ഓർമ്മകളായി എന്നിൽ മാറി തുടങ്ങി. പിന്നെ നീ അറിയാതെ നിന്നെ ഞാൻ പലവട്ടം കണ്ട. അന്ന് ഞാൻ ഉറപ്പിച്ചതാ എന്റെ പ്രണയം എനിക്ക് നിന്നോട് തുറന്നു പറയണമെന്ന്. നീയാണെൻ ഗേഹം മാറാത്ത ദാഹം തീരാത്ത വരമേകുമോ നനവില്ല നദിയായി ഇനി എങ്ങും വയ്യ നീ എന്നിൽ ജലമേകുമോ പതിയെ പലരാവിൻ പ്രണയം തരൂ അകമെല്ലാം പടരും മധുവാ പുതു
പുതുമണ്ണിൽ വിടരുന്ന മഴയായി വരൂ, ഹൃദയങ്ങൾ കവരും സുഖമേ. അരികത്തൊരു കലമാനായി കൊതി തോന്നും ചെറുമീനായി ഉന്മാദ കുളിരായി വരുമോ? പ്രണയമെൻ സിരകളിൽ ലഹരിയായി നിൻ ചിരികളിൽ അനുദിനം എനിക്ക് മുന്നിൽ അന്ന് നീ അടച്ച കഥമുണ്ടല്ലോ, നിറയുമോ? അതായിരുന്നു എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഇൻസൾട്ട്. കനവിലായെന്നിലാനന്ദമായി ഇഷ്ടപ്പെട്ട ഒരാളെ ഒരു പ്രാവശ്യം നെഞ്ചു കയറ്റിയിട്ട് പെട്ടെന്ന് ടാറ്റ പറഞ്ഞ് പോകുമ്പോ ഉണ്ടാവുന്നൊരു വിഷമമുണ്ടല്ലോ, അത് ആത്മഹത്യക്ക് തുല്യടി. സഖി അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ചത്തു കഴിഞ്ഞാൽ ഞാൻ നെഞ്ചു കയറ്റിയ ആൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കല്ലേ. അങ്ങനെയാണ് നീ ചത്താ പോരെ. എനിക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഈ സൗന്ദര്യം വേറെ ആരും ആസ്വദിക്കണ്ട. അന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാടി എന്റെ കൈകൊണ്ടുള്ള നിന്റെ മരണം.
മോനെ കടത്തനാട്ടെ കല്ലറിയിലടവുകൾ പഠിച്ചെടുത്തൊരു പെണ്ണാണേ കറണ്ടടിക്കണ കണ്ണാണേ കുരുക്കു തോന്നൽ പതിവാണേ കുടുക്കു തുന്നണ പെണ്ണിൻ കയ്യിൽ പടക്കി പോകണൊരിനമുണ്ടേ തനിച്ചു തിരിയണ പവറാണേ ഒതുക്കി മേക്കണ ദിവളാണേ താനേ താനേ തുണി തുന്നിക്കൂടുന്നേ തുള്ളിപ്പായുന്നേ പാഞ്ഞേ പാഞ്ഞേ തലതല്ലി പാഞ്ഞേ കണ്ടോരും കേട്ടോരും ഉള്ളട്ടി പാഞ്ഞേ ഇരുമ്പ് കത്രിക പിരിച്ചുവിട്ട തുണിത്തരങ്ങൾ തിരിച്ചുകൂട്ടി അടർന്ന മുറിവുകൾ തുരുമ്പ് സൂചിയിൽ മറച്ചു തിരിച്ച് ചവിട്ടിയൊതുക്കി പിടിച്ചു നിവർത്തി കറക്കിയൊതുക്കി അടച്ചു തുന്നി കുടഞ്ഞൊരുക്കി അരയ്ക്കുമീതെ അണിഞ്ഞൊരുങ്ങി ചുവന്ന ചോര തിരഞ്ഞിറങ്ങി നോട്ടത്തിലടിമുടി ചേലാണേ കേക്കുമ്പോ കാതില് കുളിരാണേ ഹാർട്ടിൽ പെടപെട വാക്കിൽ പെടുമെട മാറട പണി വരുമേ മൊത്തത്തിലടവുകൾ പലതാണ് നോക്കുമ്പോ കിറുങ്ങണ ചിരിയാണേ കാലിൽ ചിലമ്പെട ബാക്കിൽ നിഴലെട ഓടട പല വഴിയേ താനേ താനേ തുണി തുന്നിക്കൂടുന്നേ തുന്നുന്നേ തുന്നുന്നേ തുള്ളിപ്പായുന്നേ പാഞ്ഞേ പാഞ്ഞേ തലതല്ലി പാഞ്ഞേ കണ്ടോരും കേട്ടോരും ഉള്ളട്ടി പാഞ്ഞേ കടത്തനാട്ടെ കല്ലറിയിലടവുകൾ പഠിച്ചെടുത്തൊരു പെണ്ണാണേ കറണ്ടടിക്കണ കണ്ണാണേ കുരുക്കു തോന്നൽ പതിവാണേ താനേ താനേ തുണി തുന്നിക്കൂടുന്നേ തുന്നുന്നേ തുന്നുന്നേ തുള്ളിപ്പായുന്നേ പാഞ്ഞേ പാഞ്ഞേ തലതല്ലി പാഞ്ഞേ കണ്ടോരും കേട്ടോരും ഉള്ളട്ടി പാഞ്ഞേ താനേ താനേ തനന്നനാനേ തന്നേ താനേ തനന്നനാനേ താനേ താനേ തനന്നനാനേ തന്നേ താനേ തനന്നനാനേ
secrets whisper, dark night shadows, cries of despair, pained emotions bleeding.